കേട്ടിട്ടുള്ളത് തന്നെ അറിയാത്ത ഭാവത്തിൽ ഇരുന്നിട്ട് എപ്പോഴെങ്കിലും അന്ന് ചോദിച്ചപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. കൊടുത്താ കൊല്ലത്തും കിട്ടും. ശരി, ഓക്കെ. തിരുവനന്തപുരംകാരുടെ ഡേ ഏതാണ്? എന്തരടേ ഒരാൾക്ക് 1.5, ഒരാൾക്ക് 1/2. ശരി. പെഗ്ഗിന്റെ കണക്കൊക്കെ പറയുന്നത് തൊട്ട് മുമ്പത്തെ ഇന്റർവ്യൂല് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. നമുക്കറിയാം ഒരു ഉത്തരത്തിന്റെ ലെവൽ. നാ എഴുതി വള്ളിയിട്ടപ്പുണ്ട്. കറക്റ്റാ. നിങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണോ? നായിൽ നിന്നുണ്ടായി. സംഭവം 3.5. 5:30 പറയണം. കഴിഞ്ഞോ? യെസ്. അശ്വതി ചേച്ചി ഉള്ള സ്ഥിതിക്ക് നമുക്കൊരു റൗണ്ട് ഇല്ലാതെ പോകാനായിട്ട് പറ്റില്ല. കാരണം ഒരുപാട് പേരെ ഇട്ട് ഇതാക്കിയതാ. അപ്പൊ കർമ്മ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ തിരിച്ചു വരണ്ടേ ആ ഒരു സാധനം. വിശ്വാസം ഉണ്ടോ? ഉണ്ട് അല്ലെ? അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കൊല്ലത്തും കിട്ടും. ശരി, ഓക്കെ. അപ്പൊ ഇതിൽ പലതും ചേച്ചി തന്നെ ചോദിച്ചിട്ടുള്ളതായിരിക്കാം. എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം. കേട്ടിട്ടുള്ളത് തന്നെ അറിയാത്ത ഭാവത്തിൽ എപ്പോഴെങ്കിലും അന്ന് ചോദിച്ചപ്പോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. ഓക്കെ, ഇതിൽ ആർക്ക് വേണമെങ്കിലും ആദ്യം ഉത്തരം അറിയുന്നവർക്ക് കൈവെക്കാം. അവർക്ക് മാർക്കുണ്ടേ. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലിയാ? സത്യമായിട്ട് പറഞ്ഞാലേ ഇതിന്റെ തൊട്ട് മുമ്പത്തെ ഇന്റർവ്യൂല് സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഈ ക്വസ്റ്റ്യനോ? അപ്പൊ അതിന്റെ ഉത്തരവും പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്കറിയാം ഒരു ഉത്തരത്തിന്റെ ലെവൽ അറിയാം. പക്ഷെ ഉത്തരം ഞാൻ മറന്നു. ചാടിയേ അവിടെ ഷീച്ചേട്ട അവിടെ ഇരിപ്പട്ടെ. DOP പുള്ളി ഇരുന്ന് ഇങ്ങനെ കാണിക്കാം. പക്ഷെ ഞാൻ മറന്നു. ഓക്കെ, അപ്പൊ ഒരാള് പരാജയപ്പെട്ടു. ഇവര് രണ്ടുപേരും അത് എന്തെങ്കിലും ക്ലൂ നമുക്കൊരു എന്താ കഴിക്കുന്ന ഒരു സാധനം അതിൽ നിന്ന് കിട്ടും. മറ്റേ തെങ്ങ് കയറ്റം. അടുത്തത് കിട്ടി മറന്നു. രണ്ടാമത്തെ ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം യെസ്. ഓക്കെ, രണ്ടാൾക്ക് ഓരോ പോയിന്റ്. അല്ല അര വെച്ച് കിട്ടട്ടെ. ഒരാൾക്ക് 1.5, ഒരാൾക്ക് 1/2. ശരി. 1.5 പെഗ്ഗിന്റെ കണക്കൊക്കെ പറയുന്നത്. ഒരാൾക്ക് 1.5, ഒരാൾക്ക് 1/2. അടുത്തത് വെട്ടുംതോറും നീളം കൂടുന്നത് എന്ത്? നീളം കൂടുന്നത് എന്ത്? വെട്ടുംതോറും നീളം. ഡയറക്ടറിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഫിലിമാണോ? അല്ല. വെട്ടുംതോറും നീളം കൂടുന്നു. നീളം കൂടും. വെട്ടുംതോറും നീളം കൂടും. അതില്ലെങ്കിൽ നമുക്ക് എങ്ങും പോവാനും വരാനും പറ്റില്ല. റോഡ്. അതെ, വഴി. ഓക്കെ, അപ്പൊ 1.5. വീണ്ടും ഒരു 1.5. തിരുവനന്തപുരംകാരുടെ ഡേ ഏതാണ്? എന്തരടേ ഞാൻ ഒരു കാര്യം ചോദിച്ചോ. അയ്യോ, ആ കൊച്ചിന്റെ പേരെന്തായിരുന്നു? നമ്മൾ നേരത്തെ ഇന്റർവ്യൂ എടുത്ത പേര് പെട്ടെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണോ? അല്ല, ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല. എല്ലാരും ഒരേ വേവ് ലെങ്ത്. റെഫർ ചെയ്ത സൈറ്റ് ഞങ്ങൾ ആദ്യം അപ്ലോഡ് ചെയ്യും. ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. വിജിലൻസ്. സൈലൻസ്. യെസ്. നിങ്ങൾ കൂട്ടുന്നുണ്ടല്ലോ അല്ലേ? 2.5. 2.5. ഇവിടെ കിട്ടിയ ഒരു 1.5 വിനോദം എന്നോട്. ഓക്കെ, നീ എന്ന വാക്ക് എങ്ങനെയുണ്ടായി? നാ എഴുതി വള്ളിയിട്ടപ്പുണ്ട്. കറക്റ്റാ. നായിൽ നിന്നുണ്ടായി. 3.5. 5.5 പറയണം. ഒരു സിംഹവും പുലിയും ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണം എന്ത്? സിംഹം പുലിയായിരുന്നു. അല്ല. സിംഹം തോൽക്കാൻ കാരണം ഒരു സിംഹവും ഒരു പുലിയും ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു. സിംഹം തോൽക്കാൻ കാരണം എന്ത്? പുലി ജയിച്ചതുകൊണ്ട്. കറക്റ്റ്. നമ്മളിപ്പഴാ ലെവല് പിടിച്ചത്. അടുത്തത്, ഒരു മേശയിൽ 10 ഈച്ചകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിനെ കൊന്നു. ബാക്കി എത്ര ഈച്ച? ബാക്കി 0 ഈച്ച. കാര്യം ഒരു ഈച്ച അടിക്കും, ബാക്കി പറഞ്ഞു പോലും. കറക്റ്റ്. എന്റെ ഉത്തരം 9 ആയിരുന്നു. അവിടെ വിനോദേട്ടൻ ഞാൻ സീരിയസ്. ഓക്കെ, അപ്പൊ എത്ര നിങ്ങൾക്കൊക്കെ മാർക്ക്? എനിക്ക് എത്ര? 1.5. 3.5. 3.5, 4.5. ഓക്കെ, മൊത്തം 8 ചോദ്യമായിരുന്നു. കഴിഞ്ഞു. കഴിഞ്ഞു. യെസ്.
വേണ്ട വേണ്ട. അപ്പോ അശ്വതി ചേച്ചി നമ്മൾ മന്ദാകിനിയായിട്ട് ഇതാക്കി. എന്താ മന്ദാകിനി. മന്ദാകിനി ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു. ഓ താങ്ക് യു താങ്ക് യു. എന്റേതാ, പക്ഷെ ഞാൻ തന്നതാട്ടാ. ആ താങ്ക്സ്.